തീ 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 ആണ് ഒരു തീ ഐറ്റം തന്നെ വേറെ ലെവൽ. എന്നെ പെർഫോമൻസ് பார்த்து அந்த கண்ணை பார்த்தாங்க லவ் தானா தோணுதே சொல்லுங்க. ഇവിടെ ക്യാമറ കിടന്ന് ക്യാമറയിലാണല്ലോ ഡാൻസ്. ഓ തീ 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 എന്റെ സുനിയേട്ട, നിങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടോ? മുകളിലിരുന്ന് എനിക്ക് അങ്ങനെ തലയിൽ ഇതെത്താന്. ഓ ഓ പിന്നെ പിന്നെ ഇനി കുരിശും കൂടി വരാ. നീ കുരിശ് ഈ ഒരു ഈസ്റ്റർ അടുപ്പിച്ച് നീ ഇങ്ങനെ കുരിശും വരച്ച് ഇരി ദൈവത്തിനെ കൂടി പറയിപ്പിക്കാനായിട്ട്. അത് തീ ഏട്ടാ, ഇതെന്തോന്ന് പുല്ല് കുറച്ചിട്ട് ഓർന്നതാ. തീ സ്റ്റെപ്പ് നിന്നെ കളിയാക്കുന്ന വീണ്ടും കളിയാക്കും. നീ അതിന് അർഹതയുള്ളവളാണ്ടി. നീ ചെയ്യടി, ചെയ്. ഓ തീ ഐറ്റം ഒരു രക്ഷയില്ല. ഡാൻസിലൊക്കെ രേണുവിനെ കടത്തി വെട്ടാൻ ഈ ഭൂലോകത്ത് തന്നെ വേറെ ആരും ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. അതുപോലെ രേണുവിന്റെ ഒരു ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട്, ഞാൻ അതും കൊടുക്കും. ഞാൻ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞും കൂടെ തപ്പിയെടുത്ത ഇപ്പൊ കിട്ടിയ ഒരു കണ്ടപ്പ എടുത്ത ഒരു സ്ക്രീൻഷോട്ടാണ്. ആരും ഒന്നും പറയരുത്. അത് ഞാൻ കൊടുക്കാം. എന്തായാലും രേണു ഡാൻസിൽ വീരത്തി തന്നെയാണ്. ഞാൻ ആലോചിക്കുന്നതല്ല, ഒരു കരച്ചിൽ വീഡിയോ, ഒരു പ്രൊമോഷൻ, ഒരു ഡാൻസ്, ഒരു മെമ്പർഷിപ്പ്, വീണ്ടും ഒരു കരച്ചിൽ വീഡിയോ, വീണ്ടും ഒരു ഡാൻസ്, പ്രൊമോഷൻ, മെമ്പർഷിപ്പ്. ഈ ഒരു ഫ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ രേണു നിന്നെ കൊണ്ട് സാധിക്കത്തില്ല കേട്ടാ. എന്നടാ പോയി പണി വെച്ചിരിക്കുക. ഇന്നലെ കിച്ചുവിട്ട ലൈവിനെ രാവിലെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കിച്ചു ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കിച്ചുവിന്റെ പ്രീവിയസ് അവന്റെ ഒരു ലൈഫില് അവൻ ഒരുപാട് നെഗറ്റീവുകളുണ്ട്, നെഗറ്റീവ് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതെല്ലാം അവന്റെ പ്രായം തെറ്റിയ പ്രായത്താണ്. കാരണം അവനെ നല്ലത് പറഞ്ഞ് നേർവഴിക്ക് നടത്താനായിട്ട് ആരും ഇല്ലായിരുന്നു. അമ്മ എന്ന ലെവലിൽ ഇരുന്ന് ഇതൊക്കെ വെറും ഡമ്മിയായിരുന്നു. മനസ്സിലായി? അവന് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് അവനെ വളർത്താനായിട്ട് ആരും ഇല്ലായിരുന്നു. അതിൻ്റെതായ രീതിയിൽ അവൻ കുറച്ച് വഴി തെറ്റിപ്പോയി. എന്നിട്ട് ഇന്ന് അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ നന്നാവാനായിട്ട് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതവന്റെ ക്വാളിറ്റിയാണ്. മനസ്സിലായ? ഇനി അവൻ എന്തെങ്കിലും മൂഞ്ചിത്തനങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉടായ്പകൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ അവന്റെ പ്രീവിയസ് ലൈഫിൽ അവൻ എന്തൊക്കെ കാട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ മറക്കണം. കാരണം അവന്റെ കുട്ടിക്കാലം അവന്റെ ഒരു ഏജ് ഗ്യാപ്പിൽ അവന് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്താനായിട്ട് ആരും ഇല്ലാത്തതിന്റെ പേരിൽ വഴി തെറ്റിപ്പോയതാണെന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ രേണു ആയാലും രേണുവിന്റെ കൂട്ടുകാരികളായാലും വന്നിരുന്ന് അങ്ങോട്ട് കൊണ അടിച്ച് തള്ളുവാണ്. കുറേ അവളുമാരുണ്ട്. ഇവളുമാരെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു തള്ളേ എല്ലാം ശരിയെന്ന്. അവളുമാരെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങനെയാണോ, പൈസ വാങ്ങിച്ച് മറ്റതാണ്, മറിച്ചാണ്, തേങ്ങയാണ്, കൊലയാണ്, ഒട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുമാര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഉരച്ചു വിടാൻ തോന്നും. സത്യം, ഞാൻ ചുമ്മാ പറയുന്നല്ല. അമ്മാതിരി പറച്ചിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവളുമാര്. എന്ത് തേങ്ങയ്ക്കാണ് ഇങ്ങനെ പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പോട്ട്, അത് വിട്. ഇനിയിപ്പോ വിവാദങ്ങൾക്ക് മറുപടിയും തിരികൊളുത്തിക്കൊണ്ട് റണാസുന രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രംഗം ചേട്ടൻ പറ. ഓ ഹലോ, നമസ്കാരം. രേണുസുയാണെന്ന് മനസ്സിലായി. നിന്നെ കണ്ടെന്ന് പറ. എന്ത് ഇത് കണ്ണക്കടച്ചിരിക്കുന്നു? അത് നീ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. നിന്റെ ഈ കൊണ വീഡിയോകൾ കാരണം ഫോണും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. എവിടെ തുറന്നാലും ഇങ്ങനെ ഒരു സാധനം വന്ന് ഇങ്ങനെ നിൽക്കും ഫ്രണ്ടിൽ. സത്യം, ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ നിന്റെ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഫ്രണ്ടിൽ, ഇനി ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വൃത്തികെട്ട നിന്റെ റീല് വരും. ഇനി അതും ഇല്ലാണ്ട് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അവിടെയും വരും. ഞാൻ ഈ ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നെ ഫോളോ ചെയ്തിട്ടില്ല, പക്ഷെ എവിടെ കൂടിയെങ്കിലും ഇങ്ങനെ ഒന്ന് നിൽക്കും. പിന്നെ ഇൻസ്റ്റയിലുള്ള കാര്യം പറഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്ത് വന്ന് നോക്കാറുണ്ട്. ഇവൾ എന്തെങ്കിലും അവരാതെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് വന്ന് നോക്കാറുണ്ട്. അല്ലാണ്ട് ബാക്കി 2 പ്ലാറ്റ്ഫോമിൽ എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ സെർച്ച് ചെയ്തേ ഇല്ല നിന്നെ, പക്ഷെ നീ അവിടെ എത്തും. ഇങ്ങനെ വരും ഒരു വരവ്. എന്തിനാണ്? എല്ലാവരുടെ ഫീഡിലും ഇത് തന്നെയാണ് അവസ്ഥ. എത്ര ഡോൺ റെക്കമെൻഡേഷൻ അടിച്ചാലും നീ വീണ്ടും വരും. എൻ്റെ അടുത്ത് എത്ര പേര് പറഞ്ഞിട്ടുണ്ട് അതിൽ ഇതെങ്ങനെയെങ്കിലും നമ്മുടെ ഫീഡിൽ വരാതെ ഒന്ന് നിർത്തി തരാൻ പറ്റുമെന്ന്. ഞാൻ എൻ്റെ ഫീഡിൽ വരുന്നത് നിർത്താൻ പറ്റാതിരുന്ന് നോക്കുമ്പോഴാണ് ബാക്കിയുള്ളവരുടെ ഫീഡ് ഞാൻ എങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് അവസ്ഥ. വല്ലാത്തൊരവസ്ഥയാണ്. രേണുസുന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പബ്ലിക് ന്യൂസൻസ് അല്ലെങ്കിൽ ഒരു പൊതു ശല്യമായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്. പോട്ടെ, പിന്നെ എനിക്ക് ഒരുപാട് റെക്കമെൻഡേഷനും വരുന്നുണ്ട് കേട്ടോ. ഇവളുടെ വീഡിയോ ചെയ്യിച്ചേ, അതിൽ നീ ചെയ്യിച്ചേന്ന്. എന്തായാലും എന്നെ ഇത്രയും ആൾക്കാർ സ്നേഹിക്കുന്ന സ്ഥിതിക്ക് എനിക്കത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്യുന്നു. പിന്നെ നമുക്ക് കണ്ടന്റാണ്. പിന്നെ ഇവളെ 10 പറയുമ്പോഴും ഒരിതാണ്, അതായത് എല്ലാം എക്സ്പോസ് ചെയ്ത് വലിച്ചീറൊട്ടിച്ചിരിക്കുമ്പോൾ സമാധാനം, അത്രേ ഉള്ളൂ. എന്തായാലും ഇവളെ ഉടായ്പകൾ ഇവളെന്ന് നിർത്തും, അന്നത്തോടെ നിർത്തും. നീ കിച്ചു തുറന്നു പറഞ്ഞതുപോലെ സത്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറ, കേൾക്കട്ടെ. ഞാൻ അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. നിന്റെ വായി ഞാൻ കേൾക്കണം. വിവാദങ്ങൾക്ക് തിരികൊളുത്തി മറുപടിയുമായി റണാസുന. യാതൊരുവിധ ബന്ധമില്ലാത്തവരൊക്കെ വന്നിട്ട് വിളിക്കുന്നു. എനിക്കിത് സത്യം അത് നീ ഇറന്ന് വാങ്ങുന്നതാണ് കേട്ടാ. അത് ശരിയാണ് കേട്ടോ. യാതൊരു ബന്ധമില്ലാത്തവരൊക്കെ വന്ന് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് ഓരോരുത്തർ.
ഇനിയിപ്പോൾ കമന്റ് സെക്ഷനിലായാലും ആൾക്കാരൊന്ന് വിളിക്കുന്നുണ്ട്. അതിന്റെ റീസൺ, നീ ആ കിച്ചുവിൻ്റെ അടുത്ത് അവന്റെ കുട്ടിക്കാലത്ത് അവൻ കുട്ടിയായിരുന്ന സമയത്ത് അവൻ എങ്ങനെ നോക്കിയെന്ന് അവൻ നല്ല വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞതിനെ തുടർന്നിട്ടാണ് നിന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരടക്കം നിനക്കെതിരെ തിരിഞ്ഞത്. പിന്നെ കുറെ അപരാധികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന അപരാധികൾ നിന്നെ പോലത്തെ അപരാധികളാണ്, അല്ലാണ്ട് ഒന്നുമില്ല. നിന്റെ അതേ ഒരു ടാക്ക് ലൈനിലുള്ള സാധനങ്ങളാണ്. അതിപ്പോൾ ശ്രീതു ആയാലും മറ്റേ സജിന ആയാലും വേറെ കുറെ എണ്ണൊക്കെ ഏതൊക്കെ പുതിയതൊക്കെ പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട്. ഇതിനൊന്നും ഒരു അന്തവും ഇല്ല കുന്തവും ഇല്ലാത്ത ടീംസാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ബാ, ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. അതുകൊണ്ടായിരിക്കും മോള് 3 വീഡിയോ കരഞ്ഞും കൊണ്ടിട്ടത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നതെന്ന്. 3 വീഡിയോ കരഞ്ഞും കൊണ്ട് ഇട്ടിട്ട് പറയണം ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നതെന്ന്. നിന്നെ ചുമ്മാ അല്ല നാട്ടുകാർ കൊണകൊണാന്ന് പറഞ്ഞെടുത്തിട്ടാ വലിച്ച് ഇങ്ങോട്ട് ഒട്ടിച്ച് ചവരി ചേർത്ത് വിടുന്നത്. മോക്ക് ഇത്രയും ചിരി വരുന്നുണ്ടെങ്കിൽ എന്തിനാടി നീ കമന്റ് ബോക്സ് ഒക്കെ പേടിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളത്? കൂടുതൽ കുന്തലപ്പ് കാണിക്കല്ല കേട്ടാ കൊച്ചല്ല അമ്മച്ചി. തിളപ്പുറച്ച് കൂടുന്നുണ്ട്. എല്ലാ വിവാദങ്ങളോടുമുള്ള എനിക്ക് ഇനിയിപ്പോ ഒരു വിവാദങ്ങൾ ഇതിൽ കൂടുതലൊന്നും ഇനി എനിക്ക് ബാധിക്കാനില്ല. അതെ, 20% കേട്ടപ്പോ തന്നെ ഫ്ലാറ്റ്. ഇനി ബാക്കി 80% കൂടി അവൻ പറഞ്ഞു കഴിഞ്ഞാൽ കഥം ഈ അവസ്ഥയിലോട്ട് പോകും. അത് ഇവർക്ക് എന്നെ അറിയാം. എന്തായാലും കുഴപ്പമില്ല, നാട്ടുകാർ ഉള്ളതാണ് വിളിച്ച് പറയുന്നത്. എന്തായാലും നിന്നെ കുറിച്ചിട്ട് നാട്ടുകാർക്ക് അറിയാന്നുള്ളതെല്ലാം നാട്ടുകാർ പറയുന്നുണ്ട്. അതുപോലെ കിച്ചു വാ തുറന്നാൽ തീരുമെന്ന് ഞാൻ പണ്ടേ പലവട്ടം പറഞ്ഞതാണ്. എനിക്ക് സമാധാനം. ഇതായിരുന്നു ഞങ്ങളുടെ വിജയം. ഇപ്പൊ എന്ത് പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് ഇതൊന്നും ബാധിക്കത്തില്ല. ഞാൻ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് അവിടെ എവിടെ മുക്കില്ല, ഇപ്പൊ ടെറസിന്റെ വരെയാണെന്ന് തോന്നുന്നു നിൽക്കുന്നത്. അവിടെ എവിടെ മുക്കി പോയിരുന്നു പൊട്ടിക്കറി. അതാണ് ഈ സാധനം. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ബോൾഡ് ആണ്, സ്ട്രോങ് ആണ്, അയൺ ലേഡിയാണ്, മിസ്റ്റർ വുമൺ ആണ്, മിസ്റ്റർ വണ്ടർ വുമൺ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറിയൊക്കെ ഇരിക്കും. അല്ലാണ്ട് ഒരു തേകയില്ല. ദുബായിലെ തിരക്കിലാണല്ലേ. ലാഷിൽ കൈമയിൽ ഞാൻ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ അല്ല, ഞാൻ എന്താ ഇവിടെ പറഞ്ഞു പോകുന്നത്. 2-ാം തീയതി വരെ നിനക്ക് എന്തോന്നടി അവിടെ ഉദ്ഘാടനം? വെച്ച് കളി നീ ഉൾക്കടിക്കുമല്ലേ. കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെ പോകുന്നു? അന്ന് ഏതോ ഒരു വീഡിയോയിൽ പറയുന്നതായിട്ട് കസ്റ്റമർ എന്ന ഗിഫ്റ്റ് ആണെന്ന്. ഏതോ കസ്റ്റമർ ഏത് നിന്റെ എന്തോ ബിസിനസ് ഒക്കെ അവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നു. വെച്ച് കളി. നീ അവിടെ പോയിട്ട് പണിയെടുക്കാണെന്ന് പറയും. നിനക്ക് എന്തോന്ന് പണി അവിടെ? നല്ല ജോലിയും തിരക്കായിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. ആ ചിരി കണ്ട, ജോലിയും തിരക്കായിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. ആ ചിരിയിലുണ്ട് ആ കള്ളത്തന. ദൈവം നിന്നെ സഹായിച്ച. ദൈവമേ, എന്തുവാ ഇത്? അതറിയാം, സാമ്പത്തികമായിട്ടൊക്കെ ഇപ്പൊ ലക്ഷങ്ങളല്ലേ. ഇനി ആര് മെമ്പർഷിപ്പ് രേണു? പക്ഷെ നിന്നെ വെട്ടിച്ച് പർപ്പിൾ കയറിയിട. നീ വിട്ടുകൊടുക്കല്ലേ. അവൾ 20,000 അടിച്ചെങ്കിൽ നീ 50,000 അടിക്കണം. മാസം നീ ഒരു കോടി രൂപയെങ്കിലും കുറഞ്ഞുണ്ടാക്കണം. അവൾ ഇനിയിപ്പോഴും കയറിപ്പോ. അവൾ 1 കോടിക്ക് മേളിൽ ഇനിയിപ്പോ കയറിപ്പോ. നീ അതൊന്നും വിട്ടുകൊടുക്കല്ലേ. കണ്ട് തളരരുത്. ആരുടെ നിന്നെ സ്നേഹിക്കുന്നത്? ഇത്രയ്ക്ക് സ്നേഹിക്കാൻ സ്നേഹം വടിഞ്ഞൊഴുകി കിടക്കുന്ന ടീംസ് ഏത്? എനിക്ക് അതിനൊക്കെ ഒന്ന് കാണണമായിരുന്നു. പോട്ട് അത് ഇങ്ങനെ എല്ലാ പ്രാവശ്യം ഇരുന്ന് പറയും. എന്നിട്ട് അവസാനം വന്നിരുന്ന് മോങ്ങ്. കിച്ചു 20% പറഞ്ഞപ്പോ തന്നെ തൂറിപ്പെടുത്തിറങ്ങി ഓടുന്നതുണ്ട്. ഈ ബാക്കി കൂടി അവൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥ. ആ ചിരി കണ്ട. അന്ന് നിന്റെ നുണക്കുഴി തൊടുത്തിട്ടില്ല, അന്ന് നിന്റെ നുണക്കുഴി കറുത്തിട്ടില്ല, അന്ന് നിന്റെ നുണക്കുണി കണക്കണക്കാ. ഒരു കില്ലാടി തന്നെ നീ. കണ്ടിരുന്നെങ്കിൽ പിടിച്ചു ചേർത്തിട്ട് ഒരു ഇടി വരുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളോടൊക്കെ ഈ തെറി പറയുന്നതിനോടൊക്കെ എനിക്ക് ചിരിയാണ് വരാറുള്ളത്. ഒന്ന് മാറിയിരുന്നു. എനിക്ക് പൊട്ടി കരഞ്ഞൂടേടി. ഹാപ്പി അല്ലു അർജുന്റെ അടുത്ത് പറഞ്ഞല്ലോ. ഇനിയെങ്കിലും ആര്യൽ അല്ലു അർജുന്റെ അടുത്ത് പറഞ്ഞല്ലോ. ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടേടാ. ചവിട്ടത്തൊരു അടിയിൽ തന്നിട്ട്. അതുപോലെ തന്നെ എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കുന്നത്. ഇനിയെങ്കിലും നീ കരഞ്ഞല്ലേ? അത് 3 പ്രാവശ്യം കരഞ്ഞു. ഒന്നുകൂടി നീ ഇനിയെങ്കിലും ഒന്നുകൂടി കരയാ. ഇങ്ങനെ കിടന്ന് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് വാദിക്കാൻ നിൽക്കാതെ. എനിക്ക് യാതൊരു ബന്ധമില്ല. പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയില്ല. പറഞ്ഞോട്ടെ, അവരുടെ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും. റീച്ചിന് വേണ്ടി. കിച്ചു റീച്ചിന് വേണ്ടി വന്നെന്ന് പറ. കിച്ചു റീച്ചിന് വേണ്ടിയിട്ടാണ് 20% പറഞ്ഞത്. ബാക്കി 80% കൂടി റീച്ചിന് വേണ്ടിയിട്ട് വീണ്ടും പിന്നെ പറയും. പോടെ, തല്ലാതെ എനിക്ക് പോടെ. രേണു നീ കഥം. ഇനി കൂടുതലൊന്നും ഇല്ല, തീർന്നു. അതിനും ഒരു ഉളുപ്പൊക്കെ വേണം. നമ്മളെ കുറിച്ചിട്ട് ആരോഗ്യത്തേക്ക് പറയുമ്പോൾ നമുക്ക് ബാധിക്കണമെങ്കിൽ നമുക്കൊരു ഉളുപ്പെന്ന് പറഞ്ഞ സാധനം വേണം. മനസ്സിലായി? അതില്ലാത്തതുകൊണ്ട് പിന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. വളരെ നല്ല തീരുമാനം. എനിക്ക് വിവാദങ്ങളോട് പറയാനുള്ള മറുപടികളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ഇനി തങ്കം ചേട്ടനോട് മാത്രമായിരിക്കും പറയാനുള്ളത്. അങ്ങേര് നേരെ വളർത്തേണ്ട പ്രായത്തെ മടല് വെട്ടി അടിച്ച് നിന്നെയൊക്കെ വളർത്തിയെന്നെങ്കിൽ ഇമാതിരി കഴിപ്പണം കെട്ട രീതിയിൽ പോകത്തില്ല. അതെങ്ങനെ? അങ്ങേരും കണക്ക്, നീയൊക്കെ കണക്ക്.
തന്ത നന്നായാലേ പിള്ള നന്നാവൂ. ഇത് തന്തയും കണക്ക് പിള്ളയും കണക്ക്. പിന്നെ എങ്ങനെ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ അറിയണമെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ വന്ന് പറയാറ്, നിങ്ങൾ നേരിട്ട് വന്ന് ചോദിക്കാം, ഞാൻ നേരിട്ട്. പിന്നെ നമുക്ക് ഭ്രാന്തല്ലേ ഇനി കെട്ടി എഴുന്നുള്ള കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് നേരിട്ട് നിന്റെ വീട്ടിൽ വന്നിരുന്ന് ചോദിക്കാൻ. അങ്ങനെ ചോദിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് പൊന്നു മോളെ. എനിക്കൊരു ഇന്റർവ്യൂ വരുമോ? ഞാൻ ചോദിക്കട്ടെ കുറെ കാര്യങ്ങൾ. എല്ലാത്തിനും നീ ഉത്തരം തന്നെ ബപ്പ അടിക്കരുത്. സമ്മതിച്ചാ? എനിക്ക് നമുക്കൊരു ഇന്റർവ്യൂവിന് ഇരിക്കാം. വിളിക്ക്, നീ വിളിക്ക്. നീയല്ലേ പറഞ്ഞേ? എനിക്ക് ആവശ്യമൊന്നുമില്ല, നമുക്കിതൊക്കെ മതി. പിന്നെ നിനക്ക് അത്രയ്ക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നീ എന്നെ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് വിളിക്കും. ഞാൻ വന്നൊരു ഇന്റർവ്യൂ എടുക്കാം, സെറ്റാക്കാം നമുക്ക്. സംസാരിക്കാം. സോ ബൈ. അയ്യാ ബായ്. ഏച്ചി പോടേ, വല്ല പണിക്കും പോടേ. ദുബായിൽ പോയി ബാർ ഡാൻസ് അടിച്ചോണ്ടിരിക്കുകയാണ്. വീണ്ടും തീർന്നില്ല. ഇത് അതൊരു ഷൂട്ടിന് എന്തോ മേക്കപ്പിന് എന്തിനോ ഇരിക്കുന്നതിന് മുന്നേയും 2 തെറി വിളിക്കുന്നു. ഇവള് പറയുന്നതായിട്ട് ഞാൻ ആരുടെയും വീഡിയോസ് കാണാറില്ല. ഇവളാണ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഊടായ്പ. ഇവള് സകലമാന വീഡിയോ എന്ന് കണ്ടിട്ട് ഞാൻ ആരുടെയും വീഡിയോ കാണൂലെന്ന്. ആ രോദനം ഒന്ന് കാണാം. നീ ഒരു ഫോട്ടോ ഇട്ടിട്ട് കുരു പൊട്ടുന്നവര് പൊട്ടട്ടെ. നീ ആരുടെ കൂടെ ഫോട്ടോ ഇട്ടിട്ട് കുരു, ആർക്കെന്ത് കുരു പൊട്ടാനാ? നീ ആരെ പറ്റിയിട്ടെന്നറിയാമോ? താത്തയെ പറ്റിയിട്ടാ. കൊറേ കുറ്റം പറഞ്ഞോണ്ട് നടന്നതല്ലേ, എന്നിട്ട് നീ പോയി ഫോട്ടോ എടുത്തു. ഇത് അത് കറക്റ്റ് ആണ് കേട്ടോ. കുറെ കുറ്റം പറഞ്ഞുകൊണ്ടിട്ട് പോയി ഫോട്ടോ എടുത്ത് അതിന്റെ ഇന്റൻഷൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതുകൊണ്ടാണ് ഇതിനെയും സപ്പോർട്ട് ചെയ്യാത്ത അതിനെയും സപ്പോർട്ട് ചെയ്യാത്ത, രണ്ടിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവം ഗുരു. പറ. കുരു പൊട്ടാനാ? എനിക്കോ? എനിക്ക് കോപ്പ് പൊട്ടും കുരു. അതിനും വേണ്ട ഒരു ഉളുപ്പ്, കുരു പൊട്ടാനും വേണ്ട ഒരു ഉളുപ്പ്. അതും നിനക്കില്ല. നീ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നീ മൊണ്ണയാണെന്ന്. എടി നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാലും. ഫയർ തന്തയ്ക്കുള്ളി ആദ്യമായിട്ട് റണാസുനെ വിളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നെല്ലാവരും കൈയടിക്കുക, ആനന്ദിക്ക് പ്രോത്സാഹിപ്പിക്കുക. ഫയർ പുഷ്പ ആ ത്രെഡൊക്കെ ചെയ്ത് നിങ്ങനെ നെയ്പ്പ് കണ്ട അന്ന് നിന്റെ നുണക്കൊഴി കടത്തിട്ടില്ല. കുരു പൊട്ടാനില്ല, മനസ്സിലായോ? പൊട്ടൂല, അനിമാണ് ഒരു ഉളുപ്പ്. ബാധിക്കുന്ന കേസേ അല്ല. നീ എന്ത് വേണം? അതങ്ങനെയാണ്, നിനക്കതൊന്നും ബാധിക്കത്തില്ല. ഇനിയിപ്പോ മാറിയിരുന്ന് കരയും. ആരാണ് നിനക്ക് കരച്ചിൽ വീഡിയോ നാടകമൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു തന്നത്? കഷ്ടം. ട്വിറ്റർ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയെന്ന് വിചാരിച്ചു മൂഞ്ചി. ഫയർ. ഈ രേണുവിനാണ് ഞാൻ കാത്തിരുന്ന രേണു. എവിടെയായിരുന്നു ഈ രേണു? അടുത്ത് ഇവളുടെ സുഹൃത്ത് ഒരു വെടലുണ്ടല്ലോ, സജീന. എവള് വന്നിട്ട് കണക്കുണന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പം തന്നെ ചൊറിഞ്ഞു വരും. എന്തായാലും അവളെന്റെ എന്തൊക്കെയോ കഥകളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പലരും എനിക്ക് അയച്ചു തന്ന്. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞ് ഇത് കണ്ടില്ല ഫുള്ളായിട്ട്. ഇന്ന് രാവിലെ മനു വിളിച്ചിട്ടാണ് ഇത് സംഭവം കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും ഞാനിങ്ങനെ നോക്കിയില്ല. ഞാൻ പറഞ്ഞു ഫുള്ളായിട്ട് നോക്കിയിട്ട് കണ്ടില്ല, നോക്കിയിട്ടൊന്ന് കാണാം എന്ന് പറഞ്ഞും കൊണ്ട് എടുത്തു വെച്ച് കാണാനിരുന്നപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഏച്ചി പോടെ. അയ്യോ അല്ല, നമസ്കാരമായിട്ട് ഇറങ്ങിക്കോളും രാവിലെ. രണാസേന അവളെ മൂടും താങ്ങി നടക്കുകയാണ്. നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനായിരുന്നു ഇല്ലടേ. ഒന്നുമില്ലെങ്കിൽ കുടുംബം നമ്മളൊക്കെ സിംഗിൾ എന്തെങ്കിലും പറയാം. നിനക്കൊക്കെ വീട്ടിൽ ഒരു പണിയും ഇല്ലേ? വല്ല 2 പശു വാങ്ങിച്ചു കിട്ടറാ. അപ്പൊ പറയും നീ നാളെ ഒരു പശു വാങ്ങിച്ചു കിട്ടറാ. ഞാനിവിടെ ആട് വാങ്ങിച്ചു കിട്ടിയിട്ടുണ്ട്. പശു വാങ്ങാനുള്ള പൈസ ഇല്ല, ആട് വാങ്ങിച്ചു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആടിന് നോക്കുന്നുണ്ട്. നീ 2 പശു വാങ്ങിച്ചു കിട്ട്. നല്ല ആരോഗ്യം ഉണ്ടല്ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്വാഗതം. അപ്പൊ അതിലുണ്ടിട്ടുള്ള താങ്ങാണ്. എന്നെ പറ്റിയിട്ട് ഇപ്പൊ രേണു മിണ്ടത്തില്ല. രേണു എന്നെ പറ്റി മിണ്ടാണ്ട് വേറെ ആരെങ്കിലും എന്നെ പറ്റി മിണ്ടുന്നതിനെ എടുത്ത് ഷെയർ ചെയ്യും. സ്നേഹം കൂടിയോന്ന് എനിക്കൊരു സംശയം. മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ എന്നൊരു മാതാവ് ആണെന്നുള്ള നിലയിൽ എനിക്കത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. ഇവളെ പറ്റിയിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മൾ നല്ലത് പറഞ്ഞു കൊടുത്താലേ അവൾക്ക് മനസ്സിലാവില്ല. അവള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പിന്റെ അല്ല, അത് വേണ്ട, അത് കൂടിപ്പോയി. അവള് പിടിച്ച മാനിന് 4 കൊമ്പ് തന്നെ. അത് തന്നെയാണ് അവള് പിടിച്ച മാനിനുണ്ട്. ഞാൻ പിടിച്ച മാനിന് 2 ആണെങ്കിൽ അവള് പിടിച്ച മാനിന് 4 കൊമ്പ് തന്നെ. അത് അവള് കൺഫേം ആയിട്ട് ചവിട്ടി നിൽക്കുന്ന ഒരു വിവരമില്ലാത്ത സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടില്ല. വരാന്ത കണ്ടിട്ടുണ്ടെന്നാണ്, പക്ഷെ ദൂരെ നിന്ന് കണ്ടിട്ട് എത്തി നോക്കിയിട്ട് ഓടിപ്പോയ ടീമാണ്. അതുകൊണ്ടാണ് ഇവൾ ഇമ്മാതിരി വന്നിരുന്ന് സംസാരിക്കുന്നത്. പറയടി. കിച്ചുവിനെതിരായിട്ടോ രേണുസുതി? അല്ല, കിച്ചുവിനെതിരായിട്ടല്ല, കിച്ചുവിന്റെ അച്ഛനെതിരായിട്ട്. എന്ന് ചോദിച്ചു പോ ചുമ്മാ ചൊണ വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്നിരിക്കും. ഇങ്ങനെ ഒരു സാധനം. എത്രയോ ഇടിയും മിന്നലും വേണ്ടേ. നീ പോ, നീ ജീവിച്ചോ, എന്തെങ്കിലും കോപ്പ് വേണ്ടിട്ടോ അല്ല. കിച്ചുവിന് യാതൊരു കണക്ഷനും ഇല്ല. അവള് ഒരു വക കൊടുക്കത്തില്ല, ഒന്നും സഹായിക്കില്ല എന്ന് പറഞ്ഞൊരു എടി വിവര ദോഷി. നിന്റെ അടുത്ത് ഞാൻ എന്താ പറഞ്ഞത്? നിനക്ക് തലക്കകത്ത് തീട്ടം നിറച്ച് വെച്ചിരിക്കുന്നതാണ്. നീ എന്ത് തേങ്ങ പറയുന്ന? ഞാൻ പച്ച മലയാളത്തിലല്ല പറഞ്ഞ,
അവന്റെ ചൈൽഡ്ഹുഡില് അവന്റെ കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള അവൻ അനുഭവിച്ചിട്ടുള്ള സംഭവങ്ങളാണ് അവൻ വിളിച്ചു പറഞ്ഞ വിവരമില്ലാത്ത സാധനമേ നിന്നെ ഞാൻ ഇപ്പൊ കാലേ വാരി വലിച്ചേത്ത് കറക്കിയെടുത്ത് ഒരു എറി ഇനി മേലാൽ ഇത് വന്നിട്ട് ന്യായീകരിച്ചു. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഇങ്ങനെ ഒരു സാധനം നിനക്ക് തലയ്ക്കകത്ത് എന്താ ഈ പട്ടി തീട്ടോ നിറച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെയും ഓരോ സാധനങ്ങൾ ഇവിടെ കുറ്റം പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല. ഇപ്പൊ കുറെ 10, 200, 300 എടുത്തവൻ അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അവന്റെ കുട്ടിക്കാലം മൊത്തം നശിപ്പിച്ച് നാറാണത്താക്കി വെച്ച സാധനമാണ് രണ സുന. അവൻ ഡ്രഗ്സിലും ഇതിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ മുഖ്യ പങ്ക് അവന്റെ പാരന്റിങ് ആണ്. മനുഷ്യനായ 3 വർഷത്തോളം അവന്റെ റൂമിൽ കിടന്നു. എവിടെ? കോട്ടയത്തുള്ള വീട്ടിൽ, ഇവളുള്ള വീട്ടിൽ റൂമിൽ ഒറ്റയ്ക്ക് കിടന്നു ഒരു കമ്പ്യൂട്ടറുമായിട്ട്. അവൻ്റെ അടുത്ത് സ്നേഹിക്കാനോ സ്നേഹം കാണിക്കാനോ ആരുമില്ല. ആ ഋതപ്പൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. തീട്ടങ്ങളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിത്തീട്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ പറഞ്ഞത്. അവിടെ കൊടുക്കുന്ന പൈസയുടെ കാര്യം ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഈ മാസം 24-ാം തീയതി വരെ അവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു, പൈസ ഇടപാട് നടത്തിയിട്ടുണ്ട്. അപ്പൊ ആഗ്രഹങ്ങളെ മക്കള് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് സാധിച്ചു കൊടുക്കാൻ ചിലപ്പോൾ നിവൃത്തിയില്ലാതെ വന്നെന്ന് വരാം. അപ്പൊ മക്കൾക്ക് എന്ത് ചെയ്യും? നമ്മളോട് ദേഷ്യം തോന്നും. എടി കേട്ട് കിഴങ്ങി, അവളിൽ പൈസ ഇല്ലാത്ത കാലത്ത് അവള് പൈസ കൊടുക്കാത്തതിനല്ല ഇവിടെ ആരും പറഞ്ഞ. അതല്ല, നിനക്ക് നീ എന്തോന്നടേ എനിക്ക് വയ്യ, ഞാൻ തോറ്റു, നീ ജയിച്ചു, സമ്മതിച്ച. ഇങ്ങനെ ഒരു സാധനം എത്ര പറഞ്ഞാലും തലയ്ക്കകത്ത് കയറാതെ തീട്ടം കൊണ്ട് നടക്കുന്ന ഒരു സാധനം. പിന്നെ അല്ലാണ്ട് നീ എന്നാ പറയാനാ? എത്ര ദിവസം കൊണ്ട് ഞാൻ പറയുന്നത് അവന്റെ കുട്ടിക്കാലമാണ് നശിപ്പിച്ച് നാറാണത്തേക്ക് കൊടുത്തത്. അവന് പൈസ കൊടുത്തതോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. 3 വർഷത്തോളം ഒരു കുട്ടി ഒരു റൂമിലാകപ്പെട്ട് അവൻ അങ്ങനെ ഇരുന്ന് അവന്റെ ജീവിതം ആ റൂമെന്ന് പറഞ്ഞ് പോയിന്നുണ്ടെങ്കിൽ അവിടെ പാരന്റിങ് എന്ന് പറയുന്ന സാധനം അത്രയും ഫ്ലോപ്പായിരുന്നു. ലഹരിയിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടുകാർ അവനെ എത്രത്തോളം നോക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. സ്നേഹം എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടില്ല. അതാണ് പണഞ്ഞത്. അത് പണഞ്ഞപ്പം നീ പണയാണ്, നീ അല്ല മട്ടതാണ് പണയണെന്ന്. നാണോ ഉണ്ടാനക്ക് ഉളുപ്പില്ലാത്തവളെ. ഞാനൊരു കാര്യം ആഗ്രഹിച്ചിട്ട് എന്തുകൊണ്ട് അവർ തന്നില്ല എന്നൊരു ചിന്ത വരുന്നതോടുകൂടി നമ്മളോടുള്ളൊരു ആ ഒരു സ്നേഹത്തിന്റെ ഒരു അകൽച്ച ഉണ്ടാവും. ഇത് നോർമലി ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഉണ്ടാവും. ഇനി കാണുന്നവർ കേൾക്കുന്നവർ എന്ത് പറഞ്ഞാലും സ്വന്തം മക്കളെ തന്നെ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം. അവരിഷ്ടപ്പെടുന്ന എന്തോ അവർ ആഗ്രഹിക്കുന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് അവർ അറിയത്തില്ല. അവർക്ക് വേണം പോകുന്ന നമ്മൾ കൊടുത്തില്ല, അവരുടെ മനസ്സിൽ നമ്മുടെ അടുത്തൊരു വിദ്വേഷം ഉണ്ടാവും. എന്ത് വിദ്വേഷം ഉണ്ടാവും? മക്കൾക്ക് വേണമെന്നുള്ളത് കൊടുക്കണം, ഇല്ലാത്ത കൊടുക്കണ്ട. എനിക്ക് എന്റെ അപ്പനും അമ്മയും ഞാൻ ചോദിക്കുന്ന പോലെ വാരിക്കോരി ഒന്നും തന്നിട്ടില്ല, മനസ്സിലായ? പൈസയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവരങ്ങനെ തരത്തില്ല. അതുപോലെ നമ്മൾ ചോദിക്കുന്ന സാധനങ്ങളെല്ലാം മേടിച്ച് തരത്തില്ല. എൻ്റെ അപ്പൻ്റെ അമ്മേരെല്ലാം പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. നമ്മൾ ചോദിക്കുന്നതെല്ലാം അവർ വാങ്ങി തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ലെവലിലേ കാണത്തുള്ളൂ, നമ്മൾ ആ ലെവലിലേ പോകത്തുള്ളൂ, മനസ്സിലായ? കുറെ പൈസ വാരി തന്നു കഴിഞ്ഞാൽ സ്നേഹമാവത്തില്ല. ഞാനൊന്നും ഇന്നേ വരെ ലഹരി മറ്റൊന്നും മറിച്ചതൊന്നും അടിച്ച് എമ്മു അടിച്ച് കിടന്നിട്ടില്ല. ഒരു സാമാനങ്ങളും വലിച്ച് കയറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? വീട്ടിൽ നല്ല ചീത്തയും പറഞ്ഞൊന്ന് വളർത്തി. പൈസ മാത്രമൊന്നുമല്ല, പാരന്റിങ് എന്ന് പറയുന്നത് ഒരിക്കലും പൈസ കൊടുത്ത് മക്കളെ തൃപ്തിപ്പെടുത്തുന്നതല്ല. നിനക്ക് ബോധമില്ലെന്ന് വെച്ചിട്ട് അന്ന് വായിക്ക് തോന്നി കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയില്ലേ. പാരന്റിങ് എന്ന് പറയുന്നത് കുറെ പൈസ വരെ മക്കൾക്ക് കൊടുക്കുന്നതല്ല കേട്ടാ മണ്ടി. നിന്നെന്ത് പറയാൻ? പിള്ളേർക്ക് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് അവരെ നമ്മളെ കൂടെ നിർത്തി സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തുന്നതാണ് പാരന്റിങ്. കുറെ പൈസ വാരി കൊടുത്തില്ലെങ്കിൽ മക്കൾക്ക് എന്ത് തോന്നും? എന്ത് തീട്ടോടെ നീയൊക്കെ ചുമ്മാ അല്ല ഇങ്ങനെ ഇരിക്കണം കുറ്റിയും പറിച്ചോണ്ട്. നീ കണ്ടിട്ടില്ല, നീ സ്കൂളിന്റെ പോയിട്ട് പഞ്ചായത്തിന്റെ വരാന്ത പോലും നീ കണ്ടിട്ടില്ല. എങ്കിലും നീ എന്തെങ്കിലുമൊക്കെ നീ കാണിച്ചത് രേണുവിന് ഇങ്ങനെ പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു അർത്ഥത്തിലല്ല. പിന്നെ യാഥാർത്ഥ്യത്തിൽ 24-ാം തീയതി വരെയും കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് ബോധിപ്പിക്കാനാണ് അത് ചെയ്തത്. അപ്പൊ ഇപ്പം ശാലിനി എന്ന് പറയുന്നത് വലിയൊരു പുണ്യാളത്തി മാലാഖയായിട്ട് ഇപ്പൊ ചിത്രീകരിച്ചിരിക്കുകയാണ് എല്ലാവരും. 1.5 വയസ്സ്, വെറും 1.5 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ കളഞ്ഞിട്ട് എന്താ? ആര് പറഞ്ഞു 1.5 വയസ്സുള്ള കുട്ടിയെ കളഞ്ഞിട്ട് പോയി ശാലിനി പുണ്യാവതി എന്ന്? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം തള്ള, 2ാം തള്ള, 3ാം തള്ള എല്ലാം കണക്കായിരുന്നു. ഒറ്റ ഒരുത്തി അവനെ നോക്കിയിട്ടില്ല, ഒറ്റ ഒരുത്തി. ആ സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രം മോൻ എന്നുള്ള രീതിയിൽ ഒരു കൺസേണും സ്നേഹവും ഉണ്ടായിരുന്നു. വേറെ ഒറ്റ മനുഷ്യനവനെ നോക്കിയിട്ടില്ല. നീ കൊണവനാന്ന് പറയില്ല കേട്ടാ. സുധിയുടെ തെറ്റുകൊണ്ടാണ് പോയതെന്ന് പറയുന്നത്. ആയിക്കോട്ടെ, ഈ 1.5 വയസ്സ് പ്രായമായ ഒരു കുഞ്ഞിനെ സ്വന്തം ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് കണ്ടാലും പോകുമ്പോ കുഞ്ഞ് കൈ കാണും. അതാണ് അന്തസ്സുള്ള ഒരു ഭാര്യ ചെയ്തത്. അവരെ പോലും ഈ കുഞ്ഞിനെ ഈ ഗതിയിലോട്ട് തള്ളി വീഴ്ത്തിയത് അവരുടെ സ്വന്തം അമ്മയെ ശാലി എന്ന് പറയുന്ന സ്ത്രീയാണ്. അല്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞ? ഇനിയിപ്പോ അല്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വാദിക്കാൻ ശ്രമിച്ചു? ഇല്ലല്ലോ. എല്ലാരും പറഞ്ഞ എന്താ? ശാലിനി ചെയ്തിട്ടുള്ള ലോക പോക്കൃത്തനമാണ്. ഇല്ലൊന്നും ആരും പറഞ്ഞില്ല. അവന് ഒരിടത്തൊന്നും അവനൊരു സ്നേഹവും ഒരു തേങ്ങയും കിട്ടാണ്ട് മൂഞ്ചിക്കുത്തിയാണ് അവൻ ജീവിച്ചത്. അതാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് കൂടുതൽ കൊണയടിക്കാൻ നിൽക്കല്ല സജിന.
നിന്റെ ഈ കൊണൈഡി കേട്ട് കഴിഞ്ഞാൽ തോന്നുമോ നീ പറയുന്നത് ശരിയാണെന്ന്? ആർക്കും തോന്നൂല. നിന്റെ കുറെ യൂണിവേഴ്സിലുള്ള ബോധമില്ലാത്തതിന് മാത്രം നീ പറയുന്നത് ശരിയായിട്ട് തോന്നും, അല്ലാണ്ട് ഒരു മനുഷ്യന് നീ പറയുന്നത് ശരിയായിട്ട് തോന്നത്തില്ല. ഇനി ഞാൻ വേറൊരു ചാറ്റ് കൊടുക്കാം, രേണുവിൻ്റെ ആണ് കേട്ടാ. തീർച്ചയായും എന്തോന്ന് ശതിമുഖം തീർച്ചയായും ശതിമുഖവും എന്ത് സാധനം ശതിമുഖം ശ്രദ്ധിക്കണമെന്നായിരിക്കും. പെണ്ണ് കേസ് ഉണ്ടായിട്ടുണ്ടോ? ഡീറ്റെയിൽസ് വേണ്ട, എനിക്കറിയില്ല. അപ്പൊ രേണു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ചുമ്മാ അറിയാനാണ്, അറിയില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് രേണു എന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതായത് കിച്ചുവിന് പെണ്ണ് കേസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. മറ്റേ ഇവളാണ്, ശ്രീതുവാണ് ചോദിക്കുന്നത്. ചോദിക്കുമ്പോൾ രേണു അറിയണം എന്ന് പറയുന്ന ഒരു ചാറ്റാണ് കേട്ടല്ലോ. അവന് പെണ്ണ് കേസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവള് തന്നെ ചോദിക്കുമ്പോൾ, ശ്രീതു ചോദിക്കുന്ന സമയത്ത് രേണു തന്നെ പറയുന്നുണ്ട് അറിയില്ല എന്ന്. അപ്പം നിങ്ങൾ ഈ സാധനം നോട്ട് ചെയ്ത് വെച്ചോണം. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് കിച്ചുവിന് പെണ്ണ് കേസ് ഉണ്ടെന്ന് പറഞ്ഞ് രേണു വന്ന് പറയുകയോ വേറെ ആരെങ്കിലും വന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം ഇവിടെ തന്നെ ഓൾറെഡി രേണു പറഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്കറിയില്ല എന്ന്. ആ സ്ഥിതിക്ക് ഇനി കിച്ചുവിന് പെണ്ണ് കേസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കൂ? ഇല്ല, വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇനി ഉണ്ടെങ്കിൽ അതുണ്ടാക്കി കൊണ്ടുവരുന്ന സാധനം ആയിരിക്കണം. ഇനി കാര്യങ്ങൾ ഏതാണ്ടൊക്കെ പിടികിട്ടിയല്ലോ. നമുക്ക് എന്തായാലും നോക്കടാ. ഞാൻ എന്തായാലും ഒരു കാര്യത്തിൽ ഇറങ്ങി ന്യായത്തിന്റെ അറ്റത്തെ എനിക്കെത്തുള്ളൂ. അതിപ്പോ കിച്ചു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയും. പിന്നെ കിച്ചു അവന്റെ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുള്ള തെറ്റുകളുടെ എല്ലാം മെയിൻ റീസൺ അവന്റെ പാരന്റിങ്ങിന്റെ വിഷയമാണ്. അത് നമ്മളിനി അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ പാസ്റ്റിൽ അവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള എല്ലാം അവന്റെ പാരന്റിങ്ങിന്റെ മിസ്റ്റേക്ക് കൊണ്ടുള്ള തെറ്റാണ്. അവനെ വളർത്തേണ്ട രീതിയിൽ തള്ളയെന്ന ലെവലിൽ ഇരുന്ന ഒരു സാധനങ്ങൾ അവനെ നോക്കിയിട്ടില്ല. അതിനെ തുടർന്നിട്ടാണ് അവൻ ഈ ഗതിയിലായത്. ഇനി കിച്ചു ഇനി മുന്നോട്ടുള്ള ലൈഫിൽ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവന്റെ മാത്രം തെറ്റെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം 10-20 വയസ്സ് കഴിഞ്ഞ് നല്ലത് ചീത്ത എല്ലാം തിരിച്ചറിയാനുള്ള പ്രായമായി. ആ സ്ഥിതിക്ക് ഇനി അവൻ നല്ല ചീത്തയും തിരിച്ചറിഞ്ഞ് നല്ലതിനെ അക്സെപ്റ്റ് ചെയ്ത് ചീത്ത കളഞ്ഞുകൊണ്ട് ജീവിക്കേണ്ട പ്രായമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വിമർശിക്കും. അല്ലാതെ അവന്റെ പാസ്റ്റിൽ അവൻ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവനെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവനെ നേരെ നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്താൻ തള്ളയും തന്ത ഇല്ലായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. തന്ത എന്ന് പറയുന്ന സുധി ഈ പറഞ്ഞതുപോലെ പ്രോഗ്രാമിനും കാര്യങ്ങൾക്കൊക്കെ പോകും. കൂടെ കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ രേണുവിന് പോലും താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം അടക്കം കിച്ചു പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വീഡിയോ ആയിട്ടാണ്. ബൈ.